എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൈ എന്ന് പറയുന്ന മൈനിങ് ആപ്പിൽ നിരവധി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ അപ്ഡേറ്റ്. സോ അവരുടെ ഓൺ ടോക്കണായ പൈ എന്ന് പറയുന്ന ഈ ഒരു കറൻസി നമ്മളിപ്പോൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്യൂച്ചറിൽ ഒരു വലിയൊരു ക്രിപ്റ്റോ കറൻസി ആവും, ഒരുപാട് ആൾക്കാർക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ആകുമെന്നാണ് ഇവരുടെ ആശയം. സോ പയ്യെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തത്, എങ്ങനെ മൈൻ ചെയ്യാം, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നൊക്കെ ഉള്ളത്. സോ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പൈ എന്ന ആപ്ലിക്കേഷനിൽ എങ്ങനെ മൈനിങ് രജിസ്റ്റർ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റാണ്. പുതുതായിട്ട് ഒരു അപ്ഡേറ്റ് വന്നതെന്ന് പറഞ്ഞാൽ ലോക്കപ്പ് റിമൈൻഡർ, അതായത് മാർച്ച് 14 മുതൽ നമ്മൾ മൈൻ ചെയ്തിരിക്കുന്ന പൈ കോയിൻസ് നമുക്ക് ലോക്കപ്പ് ചെയ്യാൻ പറ്റും. സോ അതിന് നമുക്ക് മെയിൻ നെറ്റ് ഇൻഫോയിലേക്ക് പോകണം. ഒരു 3 വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് സെക്കൻഡുള്ള ഈ മെയിൻ നെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. മെയിൻ നെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് 4 ബാലൻസുകളാണ് വരുന്നത്. അൺവെരിഫൈഡ് ബാലൻസ്, ട്രാൻസ്ഫറബിൾ ബാലൻസ് ടു മെയിൻ നെറ്റ്, വാലറ്റ് ബാലൻസ്, ലോക്കപ്പ് ബാലൻസ്, ഇങ്ങനെ 4 മെയിൻ ബാലൻസുകളാണ് വരുന്നത്. അൺവെരിഫൈഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫറൽ വഴി ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ ആ ജോയിൻ ചെയ്ത വ്യക്തികൾ എന്നാണോ സക്സസ് ആയിട്ട് KYC അപ്ലൈ ചെയ്യുന്നത്, അതായത് എന്നാണോ അവർ KYC കംപ്ലീറ്റ് ചെയ്യുന്നത്, അന്ന് മുതലേ നമുക്ക് ഈ അൺവെരിഫൈഡ് ബാലൻസ് കൈ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് കിട്ടത്തില്ല, തനിയെ തന്നെ അതങ്ങ് എക്സ്പയറി ആയിപ്പോവും. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഫ്രണ്ട് KYC ചെയ്താൽ മാത്രമേ നമുക്കത് ട്രാൻസ്ഫറബിൾ ബാലൻസ് ആവത്തുള്ളൂ. ഇനി ട്രാൻസ്ഫറബിൾ ബാലൻസ് ടു മെയിൻ നെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൈൻ ചെയ്ത ബാലൻസാണ്. അതായത് ഞാനെന്ന വ്യക്തി ടോട്ടലി മൈൻ ചെയ്തിട്ടുള്ള ബാലൻസാണ് ഈ പറഞ്ഞ 659 വരുന്നത്. ഇതിലും ഞാൻ സക്സസ്ഫുള്ളി ആയിട്ട് KYC പാസ്സായാൽ മാത്രമേ എനിക്കും ഈ ഒരു ബാലൻസ് കിട്ടത്തുള്ളൂ. സോ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് കൊള്ളാം. കാരണം ഒരുപാട് കോയിൻസ് ഇങ്ങനെ സപ്ലൈയിലുള്ളത് മൊത്തം പോയി കിട്ടും. കാരണം കുറേ പേർക്ക് KYC പാസ്സാവാൻ പറ്റത്തില്ല, കുറേ പേര് മറന്നു പോവും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് KYC കൊടുക്കുന്ന കാര്യമൊക്കെ. സോ അത് നല്ലൊരു തീരുമാനമായിട്ട് തോന്നി. കാരണം ഫ്യൂച്ചറിൽ കോയിൻ്റെ ഷോർട്ടേജ് വരും. വാലറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിനും സ്വന്തമായിട്ടൊരു വാലറ്റൊക്കെ ഉണ്ട്. സോ ആ വാലറ്റിലേക്ക് നമുക്ക് ഈ ട്രാൻസ്ഫറബിൾ ബാലൻസ് ആ ഒരു വാലറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വാലറ്റ് ഇപ്പോൾ വന്നിട്ടില്ല, വാലറ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ലോക്ക്ഡ് അപ്പ് ബാലൻസ്, ഇവിടെ നമ്മൾ ലോക്ക് ചെയ്യണം. ഇവരെന്തിന് ലോക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസ്ഫറബിൾ ബാലൻസ് ടു മെയിൻ നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ടോട്ടൽ എമൗണ്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. അത് ഇത്ര നാളത്തേക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നല്ലൊരു ശതമാനം റിട്ടേൺസ് നമുക്ക് തരും. ഇപ്പോൾ ഇടയ്ക്ക് ഹൈ ഡോളർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം പരിചയപ്പെടുത്തിയായിരുന്നു. കാരണം നമുക്ക് ഈ പറയുന്ന ഫ്രീ ആയിട്ട് കിട്ടിയ ടോക്കൺസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ആനുപാതികമായിട്ടുള്ള ടോക്കൺ അവിടെ സ്റ്റേക്ക് ചെയ്യാനിട്ടാൽ മാത്രമേ ചെറിയൊരു എമൗണ്ട് വെച്ച് റിലീസ് ആവത്തുള്ളൂ. സോ അതേപോലെ മറ്റൊരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കയ്യിലുള്ളത് മൊത്തം ലോക്ക് ആയിട്ട് കഴിഞ്ഞാൽ അവർ ആ ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു റിവാർഡ് തരുന്ന ഒരു പരിപാടി. സോ അതിലേക്ക് നമുക്ക് ചെയ്യുന്നുമ്പേ, ലോക്ക്ഡ് അപ്പ് ബാലൻസിലേക്ക് ചെയ്യുന്നുമ്പേ നമുക്ക് ഈ താഴെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ്, കാരണം ഈ ചെക്ക് ലിസ്റ്റ് മൊത്തം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടോക്കൺസ് മൊത്തം റിവ്യൂ ആയി കിട്ടത്തുള്ളൂ. പ്രിവ്യൂ ന്യൂ മെയിൻ നെറ്റ് മൈനിങ് സ്റ്റിമുലേഷൻ, കോൺഫിഗർ ലോക്കപ്പ് റേറ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിവ്യൂ അൺവെരിഫൈഡ് ബോണസ്, അതായത് റെഫറൽ ടീമിൽ നമുക്ക് അൺവെരിഫൈഡ് ആയിട്ടുള്ള ബോണസുകളെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. ആരൊക്കെ നമ്മളെ റെഫർ ചെയ്തിട്ടുണ്ട്, സോ അവരെത്രമാത്രം നമ്മുടെ സർക്കിളിൽ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. സോ എനിക്കിവിടെ അൺവെരിഫൈഡ് ബാലൻസ് 287 ഉണ്ട് എൻ്റെ ടോട്ടൽ സർക്കിളിൽ നിന്ന്. ഞാൻ വലുതായിട്ട് മൈൻ ചെയ്യാൻ പോലും നിന്നിട്ടില്ല. എന്ന് വെച്ചാൽ മറന്നു പോകും. എല്ലാ ദിവസവും മൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ മറന്നു പോകും. അത് നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും. ഈ പറയുന്ന കോൺഫിഗർ ലോക്കപ്പ് റേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്കപ്പ് പെർസെൻറ്റേജും വരുന്നുണ്ട്, ലോക്കപ്പ് ഡ്യൂറേഷനും വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് 25% മുതൽ 100% വരെ നിങ്ങൾക്ക് ലോക്കപ്പ് ചെയ്യാൻ പറ്റും. 200 ഇപ്പോൾ പറ്റത്തില്ല, 200 അവൈലബിൾ ലേറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. 100% വരെ നിങ്ങൾക്ക് ലോക്കപ്പ് ചെയ്യാം. അതോടൊപ്പം ലോക്കപ്പ് ഡ്യൂറേഷൻ 2 വീക്സ്, 2 ആഴ്ച, 6 മാസം, 1 വർഷം, 3 വർഷം. അപ്പോൾ അതിൻ്റെ ബൂസ്റ്റ് റേറ്റ് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ഈ റിസൾട്ട് മൈനിങ് റേറ്റ് ബൂസ്റ്റ് വരുമ്പോൾ +23% നിങ്ങൾക്ക് ബൂസ്റ്റ് റേറ്റ് കിട്ടും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 100%, ഞാനിപ്പോൾ 100% മുകളിൽ ലോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, × 10, ഇവിടെ ബൂസ്റ്റ് റേറ്റ് 10%.
ഇൻറ്റു ലോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ 207 പ്രാവശ്യം ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറി സക്സസ് ആയിട്ട് ആ ഒരു മൈനിങ് റൺ ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ വ്യക്തികൾക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ 207 ദിവസമാണ് ഇത് സക്സസ് ആയിട്ട് മൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ 1000 ദിവസം ചെയ്തേക്കാം, നിങ്ങൾ ചിലപ്പോൾ 500 ദിവസം ചെയ്തേക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന ബൂസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ ഇത് 6 മാസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ബൂസ്റ്റ് റേറ്റ് 50 കിട്ടും. 1 ഇയറിലേക്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 100% ബൂസ്റ്റ് റേറ്റ് കിട്ടും. 3 വർഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 200% ബൂസ്റ്റ് റേറ്റ് കിട്ടും. 3 വർഷത്തേക്കാണ് ഏറ്റവും കൂടുതൽ എനിക്കിത് കിട്ടുന്നത്. പ്ലസ് 463 അതായത് 100%, അതായത് 100% ഞാനിവിടെ ലോക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇൻറ്റു 200% എനിക്ക് ബൂസ്റ്റപ്പ് റേറ്റ്, ഇൻറ്റു 207 ഞാൻ മൈൻ സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലോക്കപ്പ് ചെയ്യാനുള്ളത്. മാർച്ച് 14 മുതൽ നിങ്ങൾക്ക് ഇവിടെ ലോക്കപ്പ് ചെയ്യാം. ഈ കമ്മിറ്റ് എന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്മിറ്റ് ലോക്കപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഫുൾ എനിക്ക് ലോക്കപ്പ് ചെയ്യാൻ പറ്റും. സോ ലോക്കപ്പ് സെറ്റിങ്സ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഓൺ താല്പര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ലോക്കപ്പ് ചെയ്താൽ മതി. ഞാൻ ലോക്കപ്പ് ചെയ്തിട്ടുണ്ട്. ദ സെറ്റിങ്സ് ഈസ് ബൈൻഡിങ് ആൻഡ് വിൽ അപ്ലൈ ടു യുവർ ഫസ്റ്റ് ട്രാൻസ്ഫർ ടു മെയിൻ നെറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ടോട്ടൽ കോയിനും അല്ലെങ്കിൽ ടോട്ടൽ പൈ എന്ന് പറയുന്ന ഈ ഒരു കറൻസി 3 വർഷത്തേക്ക് 100% ഞാൻ ലോക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ലോക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി എങ്ങനെ റിലീസ് ആവുമെന്ന് എനിക്കറിയില്ല. ചെറിയൊരു എമൗണ്ട് ആയിരിക്കും വെച്ച് റിലീസ് ആവുന്നത്, അല്ലെങ്കിൽ എൻ്റെ ടോട്ടൽ എമൗണ്ടും അവിടെ ലോക്കപ്പ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. 3 വർഷം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ റിലീസ്. പിന്നെ ഈ മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ടോട്ടൽ കോയിൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. ഒന്ന് പൈയുടെ ബ്രൗസർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. 2 ഈ ബ്രൗസറിൽ മാത്രമേ നിങ്ങൾക്ക് പൈയുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പൈയുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൺഫേം ചെയ്യണം. കൺഫേം യുവർ പൈ വാലറ്റ് കമ്മിറ്റ് ടു ലോക്കപ്പ്. ഏതൊക്കെയാണോ സക്സസ് ആയിട്ട് ചെയ്തത് അതിവിടെ എല്ലാം ടിക്ക് വരും. ഇനി 5 സബ്മിറ്റ് യുവർ KYC ആപ്ലിക്കേഷൻ. ഇത് കമ്മിങ് സൂണാണ്. 6 KYCയുടെ റിസൾട്ട് നമുക്ക് ഈ പറയുന്ന KYC ആയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ളത്. 7 ഇൻവൈറ്റ് യുവർ ടീം ടു കംപ്ലീറ്റ് KYC. അതായത് നമ്മുടെ ടീമും കൂടെ കംപ്ലീറ്റ് ആയിട്ട് KYC ചെയ്താൽ മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞ അൺവെരിഫൈഡ് ബാലൻസും കൂടെ കിട്ടത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഈ പൈ വാലറ്റൊക്കെ വളരെ സിമ്പിളാണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അത് പൈ ബ്രൗസർ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് പൈ ബ്രൗസർ എന്നിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സൈൻ ഇൻ ടു പൈ ബ്രൗസറിലേക്ക് പോകുന്നതാണ്. സോ ക്രോം ഓപ്പൺ ആയിട്ട് വരും. ക്രോം ഓപ്പൺ ആയിട്ട് നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകും. ഈ ഒരു പൈ ബ്രൗസർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇതാണ് പൈ ബ്രൗസർ, ചാറ്റ് പൈ, വാലറ്റ്, ബ്രെയിൻ സ്റ്റോം, മൈൻ പൈ, ബ്ലോക്ക് ചെയിൻ, ഡെവലപ്പ്, KYC പൈ. ഇത്രയും ഓപ്ഷനാണ് ഇതിലുള്ളത്. ഈ KYC പൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈ KYCയുടെ ഡീറ്റെയിൽസാണ് വരുന്നത്. സോറി വി ഹാവ് റീച്ച്ഡ് കറണ്ട് പാർട്ടിസിപ്പേഷൻ ലിമിറ്റ്. അവരൊരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഇത്ര പാർട്ടിസിപ്പേഷൻ അനുവദിച്ച് തരും. ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വാലറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഈ വാലറ്റിൻ്റെ സീഡ് ഫ്രൈസ് ഒരു ബുക്കിൽ തന്നെ എഴുതി വെക്കുക. അല്ലാതെ ഫോണിൽ കോപ്പി ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഫോണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസാണ്. നാളെ ഇത് അടിച്ചു പോവേ അല്ലെങ്കിൽ തറ വീണ് പൊട്ടേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അയ്യോ എൻ്റെ വാലറ്റ് പോയെന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡെയിലി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. വാലറ്റിലെ സീറ്റ്സ് റീസ്റ്റോർ ചെയ്യാൻ പറ്റുമോ, എൻ്റെ ടോട്ടൽ ഫണ്ട് പോയി. ഞാൻ 1000 തവണ എല്ലാവരുടെയും പേഴ്സണലായിട്ട് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് എഴുതി തന്നെ വയ്ക്കുക. അത് എഴുതി വയ്ക്കുമ്പോൾ വ്യക്തമായിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന ലെവലിൽ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതല്ല മറ്റൊരാൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ലെവലിലേക്ക് എഴുതി വയ്ക്കുക. നാളെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഫ്യൂച്ചർ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്കോ നോക്കിയെടുത്ത് ലോഗിൻ ചെയ്യാനുള്ളതാണ് ഈ പറയുന്ന വാലറ്റ്. ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് ഇപ്പോൾ എത്രമാത്രം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക. അതോടൊപ്പം ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ അതും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് വയ്ക്കുക. സോ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പല ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആപ്ലിക്കേഷനും ഡീസെൻട്രലൈസ്ഡ് ആണ്. ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ കസ്റ്റമർ സപ്പോർട്ടോ ചാറ്റ് ടീമോ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് ഒരിക്കൽ എല്ലാം ലോസ് ആയതാണ്. പിന്നെ ആരെ കൊണ്ടും അത് റിക്കവർ ചെയ്ത് തരാനും പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല സെൻട്രലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ KYC കൊടുത്തു കഴിഞ്ഞ് പിന്നെ വീണ്ടും മെനക്കേടാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഈവൻ അവരുടെ എക്സ്ചേഞ്ചിലെ ID പോലും അവർ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പല ആൾക്കാരും ചോദിക്കും, ബ്രോ എൻ്റെ ID ഞാൻ മറന്നുപോയി, ഞാൻ എങ്ങനെ റിക്കവർ ചെയ്യുമെന്ന്. എനിക്കെങ്ങനെ അറിയാൻ പറ്റും ID എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന്?
സോ അത് ഐ ഡി ഒക്കെ ഞാൻ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബുക്കിൽ. അതേപോലെ നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ബൈനാൻസ് ആയിക്കോട്ടെ, സിറെക്സ് ആയിക്കോട്ടെ, എല്ലായിടത്തും നിങ്ങൾക്കൊരു UID കാണും. ആ ഒരു UID നിങ്ങൾ എഴുതി വെക്കുക. കാരണം നാളെ ഒരു കാലത്ത് ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും എറർ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ID ആ ഒരു ചാറ്റ് ടീമുമായിട്ട് സപ്പോർട്ടിന് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു തരും. ഇത് ID പോലും പകുതിയല്ല 90% ആൾക്കാർക്ക് ഓർമ്മയില്ല. സോ ഇതൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല, പക്ഷേ ഒരു അവയർനെസ് എന്ന ലെവലിലേക്ക് ഞാൻ പറയുവാണ്. സോ വാലറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. വാലറ്റ് ക്ലിക്ക് ചെയ്ത് ആ സീഡ് ഫ്രേസ് എല്ലാം വ്യക്തമായിട്ട് കോപ്പി ചെയ്ത് വെക്കുക. ഞാനങ്ങനെ എൻ്റെ വാലറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ വാലറ്റ് ബാലൻസ് 100 ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നുണ്ട്. സോ ഞാൻ എൻ്റെ വാലറ്റ് ഇവിടെ ആഡ് ചെയ്തു. ഇവിടെ പൈ ടെസ്റ്റ് നെറ്റ്, പൈ മെയിൻ നെറ്റ് എന്ന് പറയുന്ന 2 ഓപ്ഷനാണുള്ളത്. പൈ മെയിൻ നെറ്റിൽ ഇവിടെ വാലറ്റ് ബാലൻസ് 0 ആണ് കാണിക്കുന്നത്. ടെസ്റ്റ് നെറ്റിൽ എനിക്കൊരു 100 ഇത് കാണിക്കുന്നുണ്ട്. ടെസ്റ്റ് പൈ ഈസ് നോട്ട് റിയൽ പൈ ദാറ്റ് യു ഹാവ് മൈൻഡ് ത്രൂ പൈ ആപ്പ്. ഇത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റ് വച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ വാലറ്റ് ആക്ടിവേറ്റ് ചെയ്തു. ഇനി പൈയിലോട്ട് ഞാൻ പോവുകയാണ്. പൈയിലോട്ട് പോയിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്രിയേറ്റ് എ പൈ വാലറ്റ്. ഇനി കൺഫേം യുവർ വാലറ്റ് അഡ്രസ്സ്, അത് കൺഫേമിലേക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആ ഒരു സീഡ് ഫ്രേസ് എൻ്റർ ചെയ്യണം. ഇത് എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഇതെൻ്റെ സീഡ് ഫ്രേസ് ഒന്നും അല്ല. നെവർ എൻ്റർ യുവർ ഫ്രേസ് ഓൺ എനി അതർ ആർബിട്രേറ്ററി പേജ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് ഹാക്കേഴ്സ് വെളിയിൽ നിൽക്കുന്നുണ്ട്. സോ അവരുടെ ഒന്നും പല വെബ്സൈറ്റിൽ കൊണ്ടിട്ട് പൈയുടെ ഫ്രൈസ് എൻ്റർ ചെയ്യലെന്നാണ് അവർ പറയുന്നത്. പൈയുടെ ഫ്രൈസ് പോയിട്ടുണ്ടെങ്കിൽ പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ കൊടുത്ത് ഒന്നേന്ന് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സ് എഴുതി വെക്കുക വ്യക്തമായിട്ട്. കാരണം അത് മറന്നുപോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനങ്ങനെ പൈയുടെ ബ്രൗസർ ഡൗൺലോഡ് ചെയ്തു, പൈ വാലറ്റ് ഡൗൺലോഡ് ചെയ്തു, കൺഫേം യുവർ പൈ വാലറ്റ് അതും ചെയ്തു, ലോക്കപ്പും ചെയ്തിട്ടുണ്ട്. ഇനി സബ്മിറ്റ് യുവർ KYC ആപ്ലിക്കേഷൻ, അത് സൂണാണ്. ഈ ഒരു കാര്യം രണ്ടും എനിക്കിനി വരുന്ന ടൈമിൽ, അതായത് ഇനി അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ, ഞാൻ അറിയുമ്പോൾ നിങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കിട്ടും. സോ എൻ്റെ നമ്പറിൽ പേഴ്സണലി DM ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും മതി. സോ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഫർദർ അപ്ഡേറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയാണ് ചെയ്യാനുള്ള. ലോക്കപ്പ് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അത് 25 ദിവസത്തേക്ക് കൊടുക്കാം, 1 വർഷത്തേക്ക് കൊടുക്കാം. ഞാൻ എല്ലാം ലോങ് ടൈം ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഒരു 3 വർഷത്തേക്ക് ഇരിക്കട്ടെ എന്നൊരു ലെവലിലേക്ക് ഞാനങ്ങ് കൊടുത്തതാണ്. കാരണം ഇന്നിപ്പോൾ പൈക്ക് വാല്യൂ ഒന്നുമില്ല. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഈ മെയിൻ നെറ്റിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ മെയിൻ നെറ്റ് ഇൻഫോയിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ വൈറ്റ് പേപ്പർ ചാപ്റ്റേഴ്സിൽ പോയാൽ മതി. നിങ്ങൾക്ക് പൈയുടെ പുതിയ വൈറ്റ് പേപ്പറിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു അറിവ് കിട്ടും. ഇനി ഇവരുടെ KYC വരുന്നത് KYC പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് മാർച്ച് 14 മുതൽ, അതായത് ജൂൺ 28 ഓർ ലേറ്റർ, ഒന്നീ മാർച്ച് 14 തൊട്ടായിരിക്കും അപ്ഡേറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ജൂൺ 28 മുതലായിരിക്കും. സോ ഇവരുടെ മെയിൻ നെറ്റിൻ്റെ ഒരു ലോക്കപ്പ് അപ്ഡേറ്റ് ഇപ്പോൾ മാർച്ച് 14 വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ജൂൺ 28 മുതലായിരിക്കും ഈ പറയുന്ന KYCയുടെ ഇത് വരുന്നത്. KYC ഒരുപാട് സ്ലോട്ട് വരത്തില്ല, വളരെ കുറച്ച് സ്ലോട്ടായിരിക്കും വരുന്നത്. ആ വരുന്ന സമയത്ത് നമ്മൾ KYC ചെയ്യുക, KYC ചെയ്ത് അപ്രൂവ് ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പൈ നെറ്റ്വർക്കിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന ലെവലിലേക്ക് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ്, എന്നെ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ സലാം.